നമ്മൾ നോക്കാൻ പോകുന്നത് സൈൻമാസ്റ്റർ ഡീലർ എഡിഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള രീതിയാണ്. അതിനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഫോൾഡർ ഇങ്ങനെ ഒരു ഫോൾഡറാണ്, സൈൻമാസ്റ്റർ പ്രോ അപ്ഡേറ്റഡ് ഡീലർ എഡിഷൻ. ഒരു RAR ഫയലാണിത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് വരും. WinRAR ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇതിൽ ഈ കാണുന്ന, അതായത് സൈൻമാസ്റ്റർ പ്രോ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയല്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമുക്ക് 123 എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അതങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ഒരു വിൻഡോ വന്നിരിക്കും, ഇൻസ്റ്റലേഷൻ വിൻഡോ വരും. ഇതിൽ നമ്മൾ ഓക്കെ അടിക്കുക. അപ്പോൾ ഫ്യൂച്ചർ അക്കോർപ്പിൻ്റെ ലീഗൽ എഗ്രിമെൻറ്റിൻ്റെ ഒരു വിൻഡോ വരും. ഐ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സീരിയൽ കീ ചോദിക്കും. നമ്മുടെ ആക്ടിവേഷൻ കീ ഏതാണോ അത് കൊടുക്കുക, അതായത് സീരിയൽ കോഡ് കൊടുക്കുക. വീണ്ടും പാസ്വേഡ് അടിക്കാൻ ചോദിക്കും. വീണ്ടും നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ കീ നമുക്ക് കിട്ടും. കീ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് സീരിയൽ നമ്പർ എന്നുള്ള കോളത്തിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒരു വിൻഡോ വരും, ലൈസൻസ് എഗ്രിമെൻറ്റ് വരും. അത് ഈ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഇതിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇഞ്ചിലാണോ MM-ലാണോ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇഞ്ചിലാണോ വേണ്ടതെങ്കിൽ ഇഞ്ച് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അടുത്ത ഒരു വിൻഡോ വരും. ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് വേണോ, അതിൻ്റെ തമ്പനെയിൽ പ്രിവ്യൂർ വേണോ, ഇൻസ്റ്റാൾ കോറൽഡ്രോ പ്ലഗിൻ വേണോ എന്ന് 3 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ടിക്ക് ചെയ്യാം. സാധാരണ ഇതിൽ നമുക്ക് 3 ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 3 ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഷോർട്ട് കട്ടും കോറൽഡ്രോ എന്നുള്ള പ്ലഗിനും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് അത് നിർബന്ധമായും ടിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം ഇത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങും. ഇത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവും. ഇതിപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ അടിക്കുക. അപ്പോൾ ഇത് ഫിനിഷ് വിൻഡോ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, അതായത് ലോഞ്ച് സൈൻമാസ്റ്റർ 3.5 എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് അൺടിക്ക് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ക്രീനെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് സൈൻമാസ്റ്റർ വന്നിട്ടുണ്ടോ നോക്കുക. സൈൻമാസ്റ്റർ വന്നിട്ടുണ്ട്. സൈൻമാസ്റ്റർ 3.5 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെയാണ് ഓപ്പണായി വരുന്നത്. അതിലെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരും. ഇത് സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ചാണ്. കുറച്ച് കോൺഫിഗറേഷൻ കുറഞ്ഞ സിസ്റ്റം ആണെങ്കിൽ വളരെ സാവധാനമാണ് ഓപ്പൺ ആവുകയുള്ളൂ. കോൺഫിഗറേഷൻ കൂടി സിസ്റ്റം ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഓപ്പൺ ആവുന്നതാണ്. മിനിമം നമുക്ക് ഇതിന് വേണ്ട പ്രോസസ്സർ i5 ആണ് ശരിക്കും വേണ്ടത്. i3 6th ജനറേഷൻ താഴെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വളരെ സ്ലോ ആയിരിക്കും. കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ ഒരു 300 ഫോണ്ടിൽ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവാൻ താമസം എടുക്കും, ഫസ്റ്റ് ടൈം മാത്രം. ഇപ്പം നിലവിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഡീലർ ആക്ടിവേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നോട്ട് ആക്ടിവേറ്റഡ് എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് എക്സിറ്റ് അടിക്കുക, ഇത് ക്ലോസ് ചെയ്യുക, സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഈ വിനൈൽ സ്പൂളർ എന്നുള്ള എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഡിവൈസ് ആഡ് ചെയ്യണം. ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണ്. ഇതിൽ ഒരു ഡിവൈസ് ആഡ് ചെയ്യണം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ഇത്രയും കസ്റ്റമേഴ്സ്, റീറ്റെയിൽ യൂസർ എപ്പോഴും ഇത്രയും ചെയ്താൽ മതി. ആക്ടിവേഷൻ എപ്പോഴും ഒരു ഡീലറിന്റെ സൈഡിലായിരിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം ഡെസ്ക് ഇട്ടതിന് ശേഷം ഓൺലൈനാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, RAR ഫയൽ ഓപ്പൺ ചെയ്യുമ്പം 2 അഡീഷണൽ ഫയലുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഡീലർ സൈൻ മാസ്റ്റർ ടൂൾസ് 64, സൈൻ മാസ്റ്റർ ടൂൾസ് 32. ഇത് 2 ബിറ്റുകളാണ്. 64 ബിറ്റിന് വേണ്ടിയുള്ളതും 32 ബിറ്റിന് വേണ്ടിയുള്ള സിസ്റ്റത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് 64 ബിറ്റ് PC ആണെങ്കിൽ ഇത്
ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് 123 എന്നാണ്. ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്കത് ഒരു പുതിയ വിൻഡോ വരും. അതായത് എൻ്റർ ഡീലർ കോഡ് എന്ന് പറഞ്ഞു വരും. അപ്പം ഞങ്ങളുടെ ഡീലർ കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫ്യൂച്ചറ കോർപ്പിൻ്റെ സൈറ്റുമായിട്ട് കണക്ട് ആവും. ഓക്കെ അടിക്കുമ്പോൾ സൈറ്റുമായിട്ട് കണക്ട് ആവും. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇതിനെ കോറൽ ഡ്രോയുടെ പ്ലഗിനും മറ്റ് ഫയലുകൾ അഡീഷണൽ ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങും. 2 തവണ നമ്മൾ കൊടുക്കണം. അതെല്ലാം ഡീലർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോറൽ ഡ്രോ ഏതാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ കോറലിലേക്ക് ടൂൾസ് വരും. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈവർ ആഡ് ചെയ്യണം. അതായത് പ്ലോട്ടറിന്റെ ഒരു ഡ്രൈവർ ഏത് പ്ലോട്ടർ ആണെന്ന് നമുക്ക് സൈൻ മാസ്റ്ററിന് അറിയില്ല. അപ്പോൾ ആ പ്ലോട്ടർ ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്ലോട്ടർ ഡ്രൈവർ എന്ന് പറഞ്ഞ ഈ ഫയൽ നമ്മൾ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഫയൽ പുറത്തേക്ക് ഇടുകയാണ്. ഫയൽ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീലർ കോഡ് വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തു. ലൈസൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. സപ്പോർട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇത് ഡോക്യുമെന്റ് എന്നുള്ളത് എടുത്തിട്ട് ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ സൈൻ മാസ്റ്റർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കട്ടിങ് കൊടുക്കണമെങ്കിൽ മെഷീൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു എന്തെങ്കിലും നമ്മൾ വരയ്ക്കുന്നു, സെൻഡ് ടു കട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ ഡ്രൈവർ പഴയ സോഫ്റ്റ്വെയറിൽ കിടന്നതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യും. നമ്മളത് മാനുവലി നമ്മൾ പുതിയ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിനൈൽ സ്പൂളർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മുടെ മെഷീൻ ആഡ് ചെയ്യാൻ. വിനൈൽ സ്പൂളർ എടുത്തിട്ട് ഫയൽ എടുക്കുക, ഇമ്പോർട്ട് ഡിവൈസ് എന്നുള്ള കൊടുക്കുക. ഡിവൈസ് എവിടെയാണ് കിടക്കണേ എന്നുള്ളത് നോക്കുക. നെക്സസിന്റെ പ്ലോട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെക്സസ് പ്ലോട്ടർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലോട്ടർ ഡ്രൈവർ എന്നുള്ളത് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡ്രൈവറുകൾ ആഡായി വരും. അതിനുശേഷം അതിൻ്റെ സൈസ് ഇപ്പോൾ ഇത് ലാണ് കിടക്കുന്നത്. നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് ഇഞ്ചസ് ആക്കുന്നു. 48 ഇഞ്ച് എന്നുള്ളത് 24 എന്ന് കൊടുക്കുന്നു. കണക്ഷൻ എടുക്കുന്നു. കണക്ഷനിൽ നമ്മുടെ പോർട്ട് ടൈപ്പ് പഴയ മോഡൽ മെഷീൻ ആണെങ്കിൽ ഡയറക്റ്റ് കോം പോർട്ട് കൊടുക്കുന്നു. പോർട്ട് നെയിം ഏതാണോ ആ കാണിക്കുന്ന പോർട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഡിറ്റക്ട് എന്ന് കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്. കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്ത് വർക്ക് എടുക്കുക, സെൻഡ് ടു കട്ടർ എന്നുള്ള കൊടുക്കുക, കട്ട് നൗ എന്ന് കൊടുക്കുക. അപ്പോൾ പ്രൊസീഡ് വിത്ത് കട്ടിംഗ് പറഞ്ഞൊരു വിൻഡോ വരും. എസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ കട്ടിങ് പോകും. ഇതിൽ തന്നെ കാലിബ്രേഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡീലർ ചെയ്ത് വിടേണ്ടതാണ്. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കാലിബ്രേഷൻ, ബ്ലേഡ് ഓഫ്സെറ്റ്, കട്ടർ സ്കെയിൽ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സൈൻ മാസ്റ്റർ ഡീലർ ടൂൾ ഒഴികെ ബാക്കിയുള്ള എല്ലാം റീറ്റെയിൽ കസ്റ്റമർ ചെയ്യണം. അതിനുശേഷം വരുന്ന സ്റ്റെപ്പുകളെല്ലാം ഡീലറിന്റെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നതാണ്. കോറൽ ഡ്രോ X5 X6 ചെയ്യുന്നതാണ് നല്ലത്. കോറൽ ഡ്രോ ഇല്ലാത്തവർക്ക് ബന്ധപ്പെട്ടാൽ കോറൽ ഡ്രോ നൽകുന്നതാണ്. കോറൽ ഡ്രോ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്താൽ മാത്രമാണ് ഈ കോറലിലേക്ക് പ്ലഗിൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്.